PJ കുര്യൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പത്രങ്ങളിലും വരും, നല്ല കാര്യം. പക്ഷെ പോലീസിൻ്റെ അടി മേടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവർ പക്ഷേ എന്നാലും ഇല്ല. പക്ഷേ അത് എത്ര പേരാണ് നമ്മുടെ ഈ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും അല്ലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി വിളിക്കാം. അപ്പോൾ അത് വേണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ തെരഞ്ഞെടുപ്പ് കണ്ടാൽ പറയും. സമരം കണ്ടല്ലോ, സമരത്തിൽ ഇതൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തുകളിൽ സി പി എമ്മിൻ്റെ ഗുണ്ടായുസം അറിയാമല്ലോ, അതിനെ നേരിടണമെങ്കിൽ നമുക്കും കുറേ ചെറുപ്പക്കാർ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കോ, സമരത്തിൽ നിർത്തിയാൽ വാർത്ത വരും, ടി വിയിൽ വരും, അതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ നിങ്ങൾ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോയി ഓരോ പഞ്ചായത്തിലും അതിന് സമയമുണ്ടല്ലോ. ഒരു പഞ്ചായത്ത് ഒരു ദിവസം ചിലവഴിച്ചാൽ മതിയല്ലോ. ഒരു 25 പേരിലുള്ള കമ്മിറ്റിയെ ചെറുപ്പക്കാരുണ്ടായി, അവരെ കണ്ടുപിടിച്ച് നമ്മളോട് കൊണ്ടുവരണം. ആരും അവരെ സമീപിക്കുന്നില്ല. അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അതിനെനിക്കൊരു പശ്ചാത്തലമുണ്ട്. അതായത് ഇവിടെ പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും UDF ജയിക്കേണ്ട ബാങ്കുകളിൽ വോട്ടിംഗ് ദിവസം CPM-ൻ്റെ ഈ ചെറുപ്പക്കാർ അല്ലെങ്കിൽ അവർ SFI അല്ലെങ്കിൽ ഡിവൈഎഫ്കാരായാലും അവർ ബൂത്തുകളിൽ ബലമായി തിരുവല്ല ഈസ്റ്റ് കോപ്പറിനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. പ്രവേശിക്കുമ്പോൾ അതിനെ നേരിടാൻ ഒരു 10 യൂത്ത് കോൺഗ്രസ്സുകാരെ കാണുന്നില്ല. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളും ഇതാ സ്ഥിതി. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പോരാ. യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ടാകണം. 25 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാകണം, എങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് യാതൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞൊരു അഭിപ്രായമാണ്. അതിലെവിടെ ദോഷമെന്ന് എനിക്ക് അറിയത്തില്ല. കൂട്ടത്തിൽ ഞാൻ ഇത്ര ഒരു വാചകം പറഞ്ഞു. നിങ്ങൾ SFIയുടെ സമരം കണ്ടല്ലോ, അതെല്ലാവരും കണ്ടതല്ല. അത് ഞാൻ പറഞ്ഞത് വിചാരിച്ചല്ലോ. SFIയുടെ സമരം നിങ്ങൾ കണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല, ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. അത് പാർട്ടി ഫോറങ്ങൾ അവസരം കിട്ടുന്നതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പോൾ ആദ്യമായിട്ടില്ല എന്ന് പറയുന്നത്. ഇതേ അഭിപ്രായം DCCയിൽ ഞാൻ 2 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനടക്കം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ സാറ് പറയുകയാണ്, ഒരു മണ്ഡലത്തിൽ 25 പേരെങ്കിലും കൂട്ടിയ ശേഷം ബാക്കി മുന്നോട്ട് പോവുക, അല്ലാതെ TV-യിൽ കാണുന്നതല്ല, അങ്ങനെ തന്നെ കാണല്ലേ? അതെ, എന്താ അത് ശരിയല്ലേ? അതായത് നമ്മൾ ഇപ്പം TV-യിൽ വരണമെങ്കിൽ നമ്മൾ ജില്ലയിൽ നടത്തുന്ന സമരങ്ങളൊക്കെ വരുവുള്ളല്ലോ. അപ്പോൾ അതെല്ലാം TV-യിൽ വരും. ഞാൻ വേറൊരു കൊണ്ടിവിടെ പറഞ്ഞു, TV-ക്കും സോഷ്യൽ മീഡിയയ്ക്കും പുറത്ത് 40% ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. അത് ഞാനവിടെ പറഞ്ഞു. അപ്പോൾ അവരെ ഞാൻ അഡ്രസ്സ് ചെയ്യും എന്ന് മാത്രമല്ല, ഈ സമരം ചെയ്യുന്ന അത്രയും നമ്പർ ആളുകൾ, എത്ര ബൂത്തുകളുണ്ട് നമ്മുടെ ജില്ലയിൽ? 1000 ബൂത്തുകളുണ്ട്. ഒരു ബൂത്ത് 2 പേര് ചെറുപ്പക്കാരോ പോലും ഇന്നില്ല, ഒരാൾ പോലും ഇല്ല. അപ്പോൾ അത് എനിക്കൊരു ചൊല്ല, അത് പരിഹരിച്ചില്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് എല്ലാ പാർട്ടിയിലെ മറ്റുള്ളവരെല്ലാം പിന്തുണ കൊടുക്കുകയും വേണം. എൻ്റെ പിന്തുണ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായ പിന്തുണ. അങ്ങനെ നാം പ്രത്യേകിച്ച് CPM-ന് ശക്തമായ കേഡറുകളുള്ളപ്പോൾ, കോൺഗ്രസ് കേഡർ പാർട്ടിയല്ല, അത് ശരിയാണ്, എങ്കിലും യൂത്ത് കോൺഗ്രസ്സാണ്. ഞാൻ ഓർത്തുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ്സാണ്. ഓരോ പഞ്ചായത്ത് 25 മുതൽ 50 യൂത്ത് കോൺഗ്രസ്സുകാരാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്നില്ലാതായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ജില്ലയിൽ, എൻ്റെ ജില്ലയിൽ തന്നെ പിന്നെ 3 പേര് യൂത്ത് മത്സരിച്ചു, ജയിച്ചോ? നിയമസഭയിൽ ജയിച്ചില്ലല്ലോ. എന്താ കാര്യം? അതായത് ഈ ഇലക്ഷനിൽ അവരിറങ്ങി നിൽക്കുമ്പോൾ അവരെ ബാക്കപ്പ് ചെയ്യാൻ ചെറുപ്പക്കാർ വേണം. പ്രായമായവർക്കുടെ പ്രവർത്തനങ്ങൾ പരിമിതിയാണ്. അത് എൻ്റെ അഭിപ്രായമാണ്. ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. രാജൽ ബാങ്കോട്ട് ബഹുമാനമുള്ളതാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാനൊരു നിർദ്ദേശം പറഞ്ഞതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം അതേ വേദിയിൽ തന്നെ മറുപടി കൊടുത്തത്, കുടുംബ സംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എണ്ണം കുറവായിരിക്കും, പക്ഷെ സമരമുഖത്തൂട്ടും കുറയില്ല എന്നാണ്. ഇത് രണ്ടും ഒരേ രീതിയിൽ പ്രാധാന്യമുള്ളത് തന്നെയല്ലേ? അല്ലേ? ഇത് രണ്ടും ഒരേ സമരമുഖത്ത് ആളുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. സമരമുഖത്ത് ആളുണ്ട്.
അത് കറക്റ്റുമാണ്. സമരം ചെയ്യുകയും വേണം. സമരം ചെയ്ത് അടിമേടിക്കുന്നവരുടെയൊക്കെ എനിക്ക് എൻ്റെ പിന്തുണയുണ്ട്. സമരം തീർച്ചയായും ഉണ്ട്. പക്ഷെ ആ വിഷയമല്ല ഞാൻ പറഞ്ഞത് അതുമാത്രം പോരാ. മറിച്ച് ഓരോ പഞ്ചായത്തിലും കുറഞ്ഞത് 25 ചെറുപ്പക്കാരെങ്കിലും നമ്മൾ ഇലക്ഷന് മുമ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഇലക്ഷൻ നമ്മൾ ആരുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഒരു സൃഷ്ടിക്കേണ്ടത്? അത് യൂത്ത് കോൺഗ്രസ് മുൻകൈ എടുക്കേണ്ടത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വരുമ്പോൾ ഞങ്ങളൊക്കെ സഹായിക്കും. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വന്ന് ഈ കമ്മിറ്റി ഉണ്ടാക്കാൻ ഞങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും ഞങ്ങളൊക്കെ അവരോട് പറയും. പക്ഷേ ഇനീഷ്യേറ്റീവ് അവരല്ലേ എടുക്കണം. ഞാൻ നോക്കിയാൽ യൂത്ത് കോൺഗ്രസ് ആകും. അവർ പറയുന്നത് ഇവിടെ പുറമറ്റത്തും മണ്ഡലം പ്രസിഡന്റ് ഇല്ല. ഇല്ല. അതാ എൻ്റെ പോയിന്റ്. അത് തന്നെയാണ് ഇഷ്യൂ. പുറമേറ്റത്ത് മണ്ഡലം പ്രസിഡന്റ് പോലും ഇല്ല. അതാ ഞാൻ പറയുന്നത്. അവർ ചോദിക്കുന്ന അങ്ങേക്കതിൽ ഞാൻ എങ്ങനെ യൂത്ത് മണ്ഡലം പ്രസിഡന്റ് ഉണ്ടാക്കുന്നു? അതെങ്ങനെ നോക്കുന്നത്? ഞാൻ യൂത്ത് കോൺഗ്രസ് എന്നെ അതിനകത്ത് കയറ്റുകയല്ലോ. യൂത്ത് കോൺഗ്രസിൽ എനിക്ക് അതെങ്ങനെ സാധിക്കും? അതെന്തോ ഈ പറയുന്നത്? അപ്പോൾ പിന്നെ മഹിളാ കോൺഗ്രസ് ഉണ്ടാക്കേണ്ടത് ഞാനാണ്, കർഷക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നോക്കുമോ? അതെ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അവരുടെ അറിവില്ലായ്മയെന്ന് ഞാൻ പറയുന്നില്ല. സീനിയർ നേതാവ് എന്നുള്ള രീതിയിൽ ഒരു തണൽ അവർക്ക് കൊടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? ഞാൻ ഈ പാർട്ടിയിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. ഞാൻ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന ആളാണ്. ഞാൻ ഇവിടോട്ട് വന്ന് എനിക്ക് വേണേൽ മറ്റ് നേതാക്കന്മാരെ പോലെ ഡൽഹിയിലോ തിരുവനന്തപുരത്തോ ഒക്കെ താമസിക്കായിരുന്നു. ഞാൻ ഈ ഗ്രാമത്തിൽ നിങ്ങൾ നോക്കുക, എൻ്റെ പഴയ വീട്ടിൽ വന്ന് ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിനെ സഹായിക്കാനാണ്. എല്ലാ പിന്തുണയും ഞാൻ കൊടുക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന് മാത്രമല്ല, എവിടെയൊക്കെ പിന്തുണ കൊടുക്കാം ആവശ്യപ്പെടുന്നവർക്കെല്ലാം ഞാൻ പിന്തുണ കൊടുക്കുന്നുണ്ട്. നല്ല ഉദ്ദേശത്തോടെ പറയുമ്പോഴേ മുതിർന്ന നേതാവ് KC ജോസഫ് ഒക്കെ പറയുന്നത് കുര്യൻ സാറ് പട്ടിയെ വിട്ട് കടിപ്പിക്കുന്ന പോലെ യൂത്ത് കോൺഗ്രസ്. അതിപ്പോൾ ഞാൻ അതിനെന്താ പറയണം? KC ജോസഫിൻ്റെ വീട്ടിൽ പട്ടിയും ഗേറ്റും ഉണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലയോ? ഇവിടെ പട്ടിയുണ്ടോ ഗേറ്റുണ്ടോ? ഏതൊരാൾക്കും എപ്പോഴും വരാവുന്ന വീടല്ലേ? പട്ടിയോ ഗേറ്റോ ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പട്ടിയും ഗേറ്റും ഉള്ളവരാ ഇത് പറയുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അത് ഞാൻ സത്യം പറയാമല്ലോ. ഞാൻ ഈ സാമൂഹ്യ മാധ്യമത്തിലെ സോഷ്യൽ മീഡിയ നോക്കാറില്ല. ഇന്നല്ല, ഒരിക്കലും നോക്കാറില്ല. നോക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടയ്ക്കെന്നല്ലാതെ ഞാൻ നോക്കാറില്ല. കുറേ പേര് സപ്പോർട്ട് ചെയ്യും, കുറേ പേര് എതിർക്കും. ദാറ്റ് ഹാസ് നോ ഇമ്പാക്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ 20% ആളുകളേ ഉള്ളൂ. ആ 20% ആളുകൾ 10% വെളിയിലാണ്. 10% ആളുകളുടെ മേലെ ഇത് സ്വാധീനം ഉള്ളൂ. അത് അനുകൂലവും സ്വാധീനവും. ഐ ആം നോട്ട് ബോതേർഡ്. ഞാൻ വായിക്കാറേ ഇല്ല. ഒരു വിമർശനവും സാമൂഹിക ഞാൻ വായിക്കത്തില്ല. ആരുടെയും വായിക്കുന്നില്ല. അയ്യോ സാർ എന്നെ സാറേ എന്ന് വിളിക്കണമെന്ന് ഞാൻ ഒരുത്തരോടും പറയുന്നില്ല. എന്നെ സാറേ വിളിക്കണ്ട, എന്നെ കുര്യനെന്ന് വിളിച്ചാലും എനിക്ക് പരാതിയില്ല. പിന്നെ ചിലരൊക്കെ സാറേ വിളിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു സംസ്കാരമെന്നേ ഉള്ളൂ. എന്നെ എങ്ങനെ വേണേൽ വിളിക്കാം, കുര്യനെന്ന് വിളിക്കാം, അല്ലെങ്കിൽ എടോ എന്ന് വിളിക്കാം. ഞാൻ എൻ്റെ സഹപ്രവർത്തകരൊക്കെ എടോ എന്നും താനെന്നൊക്കെ പറയും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ശുഭിത യൗവനം അല്ല വേണ്ടത്, വിവേകമുള്ള യൗവനമാണ് വേണ്ടത്. വിവേകമുള്ളവരെയാണ് വേണ്ടത്, ശുഭിത യൗവനത്തെ അല്ല വേണ്ടത്. ഓ തീർച്ചയായും ആകട്ടെ, വിവേകമുള്ളവർ മതി. 25 പേരോ പഞ്ചായത്ത്. ഞാൻ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. അഗ്രസീവ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഗ്രസീവ്നെസ് അല്ല ഞാൻ ഉപയോഗിച്ചത്. ഇന്റലക്ച്വൽ ആൻഡ് ഐഡിയോളജിക്കൽ അഗ്രസീവ്നെസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഗ്രസീവ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പം അതിനകത്ത് അഗ്രസീവായ 25 പേരെ വീതം ഉണ്ടാക്കാൻ അവർ മുൻകിട്ടിറങ്ങിയാൽ ഞാൻ അതിന് എല്ലാ പിന്തുണ നൽകി അതിൻ്റെ കൂടെ പോകും. അത് ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത് അവർക്ക് സമരത്തിന്റെ വിജയം അക്രമാസക്തമാകുന്നതാണോ? സമരത്തിന്റെ വിജയം അങ്ങനെയാണോ കരുതുന്നത്? അല്ല. പണ്ടൊക്കെ ഞങ്ങൾ സമരത്തിൽ, ഞാൻ യൂത്ത് കോൺഗ്രസിലും ഇതെല്ലാം ഒരുപാട് സമരത്തിൽ പോയിട്ടുണ്ട്. എൻ്റെ 70കളിൽ പിന്നെ 80 അപ്പോൾ ഞാൻ MP ആയി. പിന്നെ എന്നാൽ ആ സമയത്തും സമരങ്ങളിൽ പോയിട്ടുണ്ട്. സമരം അക്രമാസക്തമാകാൻ നോക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതാ ഞങ്ങൾ ചെന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് ചെയ്തൊക്കെ ഞങ്ങൾ ചെല്ലും, പോലീസ് തടയും. അതാ ഞങ്ങളവിടെ ഇരിക്കും. കുറേ കഴിയുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അക്രമാസക്തം ആകുന്നതിന് കുഴപ്പം പാവപ്പെട്ട പിള്ളേർക്ക് അടി കിട്ടുമെന്നുള്ളതാണ്. അതിനോട് എനിക്ക് താല്പര്യമില്ല. പാവപ്പെട്ട പിള്ളേർക്ക് അടി കിട്ടുന്നതിനോട് എനിക്ക് വാസ്തവം. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അങ്ങ് യൂത്ത് കോൺഗ്രസ് പ്രായത്തിൽ ഒരു പോലീസിന്റെ ഒരു പിടിച്ചുമാറ്റലിൽ പോലും പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല എന്നാണ്. എന്താ അതല്ലേ, അദ്ദേഹം ജനിച്ചിട്ടില്ല. 70കളിൽ ഞാൻ വയലാർ രവി, AK ആണ്ടി, ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിച്ച ആളാണ്.
എഴുപതിൽ അന്ന് എനിക്ക് 27 വയസ്സേ ഉള്ളൂ. കല്ലൂപ്പാറ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഈ 70 അസംബ്ലി മത്സരിച്ച ആളാണ് ഞാൻ. 1000 വോട്ടിന് ഞാൻ തോറ്റുപോയി. മത്സരിച്ച ആളാണ് ഞാൻ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ വയലാർ രവി, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, മനസ്സിലായില്ല. അന്ന് ഇലക്ഷൻ കമ്മിറ്റിയുടെ മെമ്പറായിരുന്ന വയലാർ രവിയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ അവിടെ മുൻകൈ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അന്നേ അവരുടെ കൂടെ പ്രവർത്തിക്കുന്നത് അവരെന്നെ അന്നേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാനിപ്പോൾ എന്തോ ചെയ്യാം. ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയേന്ദ്രൻ പറഞ്ഞത് വിമർശനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ യൂത്ത് കോൺഗ്രസിനെ ഈ പത്തനംതിട്ട ജില്ലയെ പ്രത്യേകമായി പറയുകയാണോ യൂത്ത് കോൺഗ്രസ് ആകമാനം മാറി വരണം എന്നുള്ളതാണ്? അല്ല, ഞാൻ പത്തനംതിട്ട ആയതുകൊണ്ട് പത്തനംതിട്ട പറഞ്ഞതേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസിൽ എല്ലായിടത്തും ഞാൻ ഈ പറയുന്ന രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും മിനിമം 25 പേരുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാകേണ്ടത് ഇലക്ഷൻ ജയിക്കാൻ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാന വ്യാപകമായി ശക്തിപ്പെടുത്തണം അത് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ജില്ലാ പ്രസിഡന്റിനെ ഇടയ്ക്ക് TV കാണുന്നുണ്ട് എന്നാണ് സാർ പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പോസ്റ്റ് വീണ്ടും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ കാണിച്ചു. അല്ല, അത് ഞാൻ പരിഹാസമല്ലല്ലോ പറഞ്ഞേ. അതായത് ജില്ലാ നടപടിയിൽ പരിഹാസമുണ്ടോ? ഞാൻ പറയാം. അതിപ്പം നിങ്ങൾ ജഡ്ജ് ചെയ്തു, ഞാനത് പറയുന്നില്ല. പക്ഷേ എൻ്റെ പോയിൻ്റ്, അവിടെ നടക്കുന്ന സമരങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട് TV യിൽ. പക്ഷേ അവരെ ആരെ ഈ പഞ്ചായത്ത് ഞാൻ കണ്ടിട്ടില്ല. അതാ എൻ്റെ പഞ്ചായത്തിൽ അവിടെ പ്രസിഡന്റ് ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലയോ? അവിടെ പ്രസിഡന്റ് ആക്കാനായിട്ട് വരുമോ, കമ്മിറ്റി ഉണ്ടാക്കുകയോ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത പഞ്ചായത്തുകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അതല്ലാതെ പിന്നെ എന്തോ പറയണ്ടേ? TV യിൽ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഇത് ഗ്രൗണ്ടിലില്ല എന്ന് പറയണമല്ല വേണ്ടത്. ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പലരും പോയി. ചാണ്ടിയൂപ്പൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഇവിടുത്തെ പഞ്ചായത്തുകളിൽ വീടുകൾ മുഴുവൻ കയറി. ശരിയാണോ? അതാണ് മാതൃക. ഗ്രൗണ്ടിൽ ഞാനൊക്കെ അങ്ങനെ വളർന്നു വന്ന ആളാണ്. അല്ല, എന്തൊന്നും ഞാൻ പറഞ്ഞില്ല. ചാണ്ടിയൂമ്മൻ ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മാതൃകയാക്കണോ? ഈ ഫേസ്ബുക്കിലും റീലിനൊക്കെ അപ്പുറത്തേക്ക് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കണം, അങ്ങനെയല്ല? അല്ല, അതെ, ഫേസ്ബുക്കിൽ അയക്കൂ. പക്ഷെ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഫേസ്ബുക്ക് കൊണ്ടൊന്നും ഫേസ്ബുക്കിൽ 20% ഉള്ളെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോഷ്യൽ മീഡിയ ജയിക്കാൻ അത് പോരാ. അതാണ് ഇഷ്യൂ. അങ്ങ് ആരുടെയും പേരെടുത്ത് പറഞ്ഞു. ചില ആളുകളിലും അങ്ങനെ ഫേസ്ബുക്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നു അല്ലേ? അതല്ല വേണ്ടത്. അല്ല, ഫേസ്ബുക്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ 20% ഉണ്ട്. പക്ഷെ ഫേസ്ബുക്ക് കൊണ്ട് മാത്രം ആകത്തില്ല. അങ്ങ് സദുദ്ദേശമായ ഒരു വിമർശനം പാർട്ടിക്കുള്ളിലാണ്, പാർട്ടിയുടെ യോഗത്തിലാണ് പറഞ്ഞത്. അത്തരം യോഗങ്ങളിൽ തുടർന്നും ഇത്തരം തരത്തിലുള്ള വിമർശനം ഞാൻ പാർട്ടി യോഗങ്ങൾ ഞാൻ പറയാറുള്ളത്, ഞാൻ പുറത്ത് പറയാറില്ല. ഇനിയും പറയുമല്ലോ പാർട്ടി യോഗങ്ങൾ എന്നും ഞാൻ പറയാം. എൻ്റെ അഭിപ്രായം എപ്പോഴും പാർട്ടി തുറന്നു പറയുന്ന ആളാണ് ഞാൻ. തുടരും എന്ന് പറയുന്ന ആളാണ് ഞാൻ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ അഹിതകരമായ അഭിപ്രായങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയുന്നത്. അതിനത്ര ഉദാഹരണമാണ് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. അപ്പോൾ തീർച്ചയായും ഞാൻ അത് എടുത്തു പറയേണ്ട കാര്യമില്ല. പാർട്ടി യോഗങ്ങളിൽ സ്വന്തം അഭിപ്രായം പറയേണ്ടത് അതിലെ അംഗങ്ങളെ ഓരോരുത്തരുടെയും കടമയാണ്.